പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിൻ്റെ വലിയ നോമ്പിൻ്റെ 20ാമത്തെ ദിവസമാണ് ഇന്ന്. മാർച്ച് 7 ശനിയാഴ്ച, ആദ്യ ശനിയും കൂടിയാണല്ലോ. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ പ്രത്യേകമായി സമർപ്പിക്കാം. നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ മാതാവിൻ്റെ പരിശുദ്ധ ജീവിതത്തെ ഓർമ്മിക്കാം. ഈശോയുടെ ഏറ്റവും വലിയ ശിഷ്യയും ഏറ്റവും ആദ്യത്തെ ശിഷ്യയും ഒരുപക്ഷെ മാതാവാണ്, ഏറ്റവും പൂർണ്ണതയുള്ളയാൾ. ആ ആത്മീയ ശിഷ്യത്വത്തിലേക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ വളരാനുള്ള അനുഗ്രഹം ഈ നോമ്പുകാലത്ത് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കാ സുവിശേഷം 8ാം അധ്യായം 42 മുതൽ 48 വരെ വാക്യങ്ങളിൽ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെടുന്ന കാര്യമാണ്. 8ാം അധ്യായത്തിലെ 43ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: 12 വർഷമായി രക്തസ്രാവമുള്ളവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ സ്പർശിച്ചു. ഈ സ്ത്രീ മറ്റ് പല വൈദ്യന്മാരുടെയും അടുത്ത് മുമ്പ് പോയി ധാരാളം ചെലവുകൾ നടത്തിയെങ്കിലും, ഒത്തിരിയേറെ ചിലവാക്കിയെങ്കിലും അതിൽ നിന്നൊന്നും സൗഖ്യം കിട്ടുന്നില്ല. വിശുദ്ധ മത്തായി ഈ സന്ദർഭത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അവൾ പല വൈദ്യന്മാരുടെ അടുത്ത് പോവുകയും ഏറെ ചിലവഴിക്കുകയും ചെയ്തെങ്കിലും അസുഖം കൂടുതലായി വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാണ് തിരുവചനം അവിടെ പറയുന്നത്. അവളെ സുഖപ്പെടുത്താൻ അവൾ സമീപിച്ച ഒരു വൈദ്യനും സാധിച്ചില്ല. അതൊരു വലിയ കാര്യം ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനം അവൾ ഈ ഭൂമിയിലെ വൈദ്യന്മാരുടെ അടുത്തുപോയി ഒന്നും രക്ഷയില്ലാതെ വന്നപ്പോൾ അവസാനം അവൾ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു. അവൾക്ക് അവിടെ സൗഖ്യം കിട്ടുന്നു. ചില പ്രധാന കാര്യങ്ങൾ ഈ ഒരു വാക്യം, ഈ ഒരു സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമതായി, ചില കാര്യങ്ങളിൽ ഇടപെടാൻ ദൈവത്തിനേ പറ്റൂ. നമ്മൾ ഈ ലോകം മുഴുവൻ അതിന് ഉത്തരം തേടി പരതി നടന്നാലും ചില കാര്യങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ദൈവമാണ്. കാരണം ആ പ്രശ്നം, ആ ഒരു ദുരിതം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതും ദൈവം തന്നെ ആയിരിക്കും വരാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവും അതിൻ്റെ പരിഹാരവും കയ്യിലുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. നമ്മൾ ദൈവത്തിലേക്ക് വരേണ്ടതിൻ്റെ, ദൈവത്തിലേക്ക് എത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട്, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് നേടാമെന്ന് കരുതുന്നെങ്കിൽ അത് തെറ്റാണ്. ചില കാര്യങ്ങൾ ദൈവത്തിനെ നമുക്ക് പരിഹാരം തരാൻ പറ്റൂ എന്ന് ഈ ഒരു സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ എല്ലാ വൈദ്യന്മാരുടെയും അടുത്ത് പോയി കഷ്ടപ്പെട്ടതൊന്നും നടക്കാതെ ഇപ്പോൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ആരാലും, ഒരു മനുഷ്യനാലും പരിഹരിക്കപ്പെടാൻ വയ്യാത്ത പ്രശ്നങ്ങളായി നമ്മൾ നീറുന്നെങ്കിൽ മനസ്സ് മടുക്കുകയല്ല ചെയ്യേണ്ടത്. ഈ സ്ത്രീയെ പോലെ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് വരിക. അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, അവനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ, അതാണ് വസ്ത്രം, അതിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി എന്നുള്ള അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം അവളെ സുഖപ്പെടുത്തുകയാണ്. അവളുടെ വിശ്വാസം ഉള്ളിലുള്ളത് ഈശോ തിരിച്ചറിയുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, നന്നായി കുമ്പസാരിക്കുമ്പോൾ, ഈശോയെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുമ്പോൾ, വിശ്വാസത്തോടെ തിരുവചനം വായിക്കുമ്പോൾ, വചനപ്രഘോഷണം കേൾക്കുമ്പോൾ, ആത്മീയ ചിന്തകൾ നമ്മൾ ഗ്രഹിക്കുമ്പോഴൊക്കെ ദൈവം നമ്മളെ സ്പർശിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈശോയുടെ വസ്ത്രത്തിൽ ഒന്ന് തൊടാൻ ശ്രമിക്കുകയാണ്. നമുക്ക് അത്ര വലിയ വിശ്വാസമുണ്ടെന്ന് കണ്ടാൽ ഈ കാര്യങ്ങളിലൂടെ എല്ലാം ഈശോ സൗഖ്യവും ഈശോയുടെ സാന്നിധ്യവും നമുക്ക് നൽകും. രണ്ടാമത് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഇനിയും നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങളുടെ പുറകെ നടന്ന് സമയം കളയുകയല്ല, ഈശോയിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ഈ സ്ത്രീ അങ്ങനെയാണല്ലോ. അവൾക്കൊരു ബോധ്യം വന്നു, ഇത് ദൈവത്തിന് മാത്രം സുഖപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. അവൾ ഈശോ പോലും അറിഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി, എന്നാൽ അവളുടെ വിശ്വാസം കൊണ്ട് അവൾക്ക് നേടിയെടുക്കാമെന്ന ബോധ്യത്തിൽ ഈശോയുടെ പിന്നിലൂടെ വന്ന ഈശോയുടെ വസ്ത്രത്തിൽ തൊടുന്നു. നമുക്കിനി ദൈവത്തിലേക്ക് തിരിയാനുള്ള സമയമാണ്. ഈ നോമ്പ് കാലം അതാണ്. നോമ്പുകാലം ഈ ലോകത്തിൻ്റെ പുറകെ പോയതൊക്കെ വിട്ടിട്ട് ദൈവത്തിലേക്ക്, ദൈവിക കാര്യങ്ങളിലേക്ക്, ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ്. മൂന്നാമതൊരു കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇവൾക്കുണ്ടായിരുന്ന പ്രശ്നം രക്തസ്രാവമാണ്. ശരീരത്തിൽ നിന്ന് ക്രമാതീതമായി രക്തം പോകുന്നു. അത് ജീവൻ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് പോലും പോകാവുന്ന കാര്യമാണ്. രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത് നമുക്കറിയാം. രക്തം വാർന്നു മരിച്ചു എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. രക്തസ്രാവം എന്ന് പറഞ്ഞാൽ അവളുടെ ആരോഗ്യം, അവളുടെ ജീവിതം പോകുന്ന കാര്യമായിരുന്നു. അതായിരുന്നു അവൾ ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ തൊട്ട് തിരിച്ചു പിടിച്ചത്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ രക്തം പോലെ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ രക്തം നഷ്ടപ്പെടുന്നത് പോലെ കാണുന്ന കാര്യം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യമാണ്. വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന വിശദീകരണം, അത് വിശേഷേണയുള്ള ശ്വാസം, അതാണ് വിശ്വാസം. വിശേഷേണയുള്ള ശ്വാസം.
നമ്മളിൽ വളരെ വിശേഷേണ വളരെ പ്രത്യേകതയോടെ ഉണ്ടാവേണ്ട ഒരു ശ്വാസമാണ് വിശ്വാസം. ശ്വാസമില്ലെങ്കിൽ നമുക്കൊരു ശരീരത്തിനും ജീവിക്കാൻ പറ്റില്ല. വിശ്വാസമില്ലെങ്കിൽ ഒരു ആത്മീയ മനുഷ്യനാണെന്ന് പറയാനും നമുക്ക് പറ്റില്ല. ഇന്ന് രക്തം വാർന്നു പോകുന്നത് പോലെ നമ്മളിൽ നിന്ന് വിശ്വാസം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള വലിയ ഒരു പരിശ്രമമാണ് നമ്മൾ ഈ നോമ്പ് കാലത്ത് നടത്തേണ്ടത്. ഇത് തരേണ്ടത് കർത്താവാണ്. കാരണം ശിഷ്യന്മാർ തന്നെ അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്കും ഈ ആദ്യ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കാം, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിന് മാത്രം ഇടപെടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് അംഗീകരിക്കുകയും അത് മനസ്സിലാക്കി ഈശോയിലേക്ക് തിരിയുകയും ചെയ്താൽ നമ്മുടെ പ്രശ്നം എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര പഴകിയതായിക്കൊള്ളട്ടെ, ആരാലും സുഖപ്പെടുത്താൻ പറ്റില്ല എന്ന് ലോകം മുഴുവൻ നമ്മളോട് പറഞ്ഞതാകട്ടെ, അതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. വിശേഷണയുള്ള ശ്വാസം, വിശ്വാസത്തോടെ ഈശോയിലേക്ക് തിരിച്ചു വരാൻ ഈ തിരുസഭ, ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ രക്തസ്രാവക്കാരി സ്ത്രീക്ക് ലഭിച്ച സൗഖ്യം പോലെ നമുക്കും വലിയ സൗഖ്യങ്ങൾ ലഭിക്കാനിടയാകട്ടെ. ആമേൻ.